കോർപ്പറേഷനിൽ കോൺഗ്രസ് വിമതന്റെ പിന്തുണയോടെ കാപ്പ കേസ് പ്രതിയായ ബി.ജെ.പി കൗൺസിലർ ആർ സുഗതൻ അയോഗ്യതാ ഭീഷണി മറികടന്നു. 51 വോട്ടിന് സുഗതന്റെ അവധി അപേക്ഷ കൗൺസിൽ യോഗം അംഗീകരിച്ചു. ജയിൽ സൂപ്രണ്ട് വഴി അവധിക്ക് അപേക്ഷിക്കാമെന്നും കൗൺസിൽ പാസാക്കിയാൽ അയോഗ്യതയില്ലെന്നും ചൂണ്ടിക്കാട്ടിയ ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലറാണ് ബി.ജെ.പി ആയുധമാക്കിയത്. 20/7/2026 ആ സർക്കുലർ സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ ഉത്തരവിന്റെ വെളിച്ചത്തിലും മുനിസിപ്പൽ ആക്ട്, കേരള മുനിസിപ്പാലിറ്റി നിയമവും ചട്ടങ്ങളും, അതിൽ 91K സെക്ഷൻ 91K ആ ചട്ടത്തിന്റെ പിൻബലത്തിലുമാണ് വാഴത്തോണം വാർഡ് കൗൺസിലർ സുഗതൻ സമർപ്പിച്ച അദ്ദേഹത്തിന്റെ അപേക്ഷ ഇന്നത്തെ കൗൺസിൽ യോഗം പാസാക്കിയത്. സർക്കുലറിൽ കടുത്ത അതൃപ്തി അറിയിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. സുഗതന്റെ കുടുംബം സമീപിച്ചതിനാലാണ് ബി.ജെ.പിയെ പിന്തുണച്ചതെന്ന് പൗണ്ട് കടവ് കൗൺസിലർ സുധീഷ് പറഞ്ഞു. സുഗതന്റെ വേണ്ടപ്പെട്ട സംസാരിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഞാൻ സുഗതന് പിന്തുണ നൽകി. കാര്യം എന്നോടൊപ്പം ഒരു കൗൺസിലർ പങ്കെടുത്ത ഒരാളാണ്. അതായത് ഒരു കേസിന്റെ പുറത്ത് പറഞ്ഞ് ഈ മാറ്റി നിർത്താൻ വേണ്ടിയില്ല, അദ്ദേഹത്തിന് അവസരം കൊടുക്കണമെന്നുള്ളതാണ്. അതെനിക്കറിയില്ല. കൗൺസിൽ യോഗത്തിന്റെ നടപടികൾ ചട്ടവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് LDFും UDFും. ഇന്നത്തെ കൗൺസിൽ മീറ്റിംഗ് യഥാർത്ഥത്തിൽ വെറും ഒരു പ്രഹസനം മാത്രമാണ് നടന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ അവധി അപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ചട്ടവിരുദ്ധമായിട്ടുള്ള അപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംബന്ധിച്ച് നഗരസഭയുടെ സെക്രട്ടറിക്ക് പരാതി കൊടുക്കും, അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുക്കും, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കും. വേണ്ടി വന്നാൽ ഇതിനെ സംബന്ധിച്ച് അടിയന്തരമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ LDF തീരുമാനിച്ചിട്ടുണ്ട്. കേരള മുനിസിപ്പാലിറ്റി ആക്ടിന്റെ ഏത് വകുപ്പ് പ്രകാരമാണ് ഇവിടെ ഈ പറഞ്ഞ സുഗതൻ എന്ന് പറഞ്ഞ കൗൺസിലറിന് അവധി കൊടുത്തിരിക്കുന്നത്? ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇല്ലാത്ത റൈറ്റ് ഉപയോഗിച്ച് അവധി കൊടുത്ത് നമ്മൾ നിയമത്തിന് പോകും. നമ്മൾ സെക്രട്ടറി എടുത്ത് പോകുന്നു, ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് പോകുന്നു. നിയമപ്രകാരം 3 കൗൺസിലർ ശ്രീ സുഗതൻ വന്നിട്ടില്ല, അദ്ദേഹത്തിന് അംഗത്വം റദ്ദാക്കണം. ഇത് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ എടുത്ത് സംസ്ഥാന സർക്കാരിനോടും സെക്രട്ടറിയോടും പോകാൻ പോവുകയാണ്. എന്തായാലും ഒരു കാര്യം പറയാം, ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിയമമാണ്. ദേവൻ MP-യുടെ വിവരങ്ങളുമായി. ദേവൻ, എന്തായാലും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം തന്നെയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലർ ഉയർത്തിക്കാട്ടിയായിരുന്നു മേയറുടെ ഒരു ന്യായീകരണം. ഇത് എത്രത്തോളം ഈ പ്രതിപക്ഷത്തെ, അതായത് പ്രത്യേകിച്ചും UDFിനെ ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഇവിടെ. തീർച്ചയായും സോന, തുലാസിലായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP ഭരണത്തിനാണ് ഇപ്പോൾ ഏകദേശം ഒരു ധാരണയായിരിക്കുന്നത്. അതായത് 6 മാസത്തേക്ക് ആർ സുഗതൻ, വാഴത്തോണം കൗൺസിലറായിട്ടുള്ള ആർ സുഗതൻ സമർപ്പിച്ച അവധി അപേക്ഷ കൗൺസിൽ യോഗത്തിൽ പാസ്സായിരിക്കുന്നു. ഇതിന് ഏറ്റവും പിന്തുണയായത്, അല്ലെങ്കിൽ അത് പിന്തുണയായതെന്ന് BJP അവകാശപ്പെടുന്നത് ആഭ്യന്തര വകുപ്പിൽ നിന്ന് വന്ന ആ സർക്കുലർ തന്നെയാണ്. ആ സർക്കുലർ ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു മേയർ VV രാജേഷും BJP കൗൺസിൽ അംഗങ്ങളും ഇന്നത്തെ പ്രതിപക്ഷ ബഹളങ്ങളെല്ലാം തന്നെ, അല്ലെങ്കിൽ ആ പ്രതിഷേധങ്ങളെല്ലാം തന്നെ നേരിട്ടിട്ടുണ്ടായിരുന്നത്. ഈ അവധി അപേക്ഷ കൗൺസിൽ യോഗത്തിൽ പരിഗണിക്കുകയും 51 വോട്ടുകൾക്ക് ഈ അവധി അപേക്ഷ പാസ്സാവുകയും ചെയ്തു. അതായത് പൗണ്ട് കടവ് കൗൺസിലറായിട്ടുള്ള ആർ സുധീഷിന്റെ, കോൺഗ്രസ് വിമതനായിരുന്നു ഇദ്ദേഹം, ആർ സുധീഷിന്റെ അടക്കം വോട്ടുകൾ നേടിക്കൊണ്ടാണ് ഈ അവധി അപേക്ഷ പാസ്സായത്. പക്ഷേ ഇത്തരമൊരു അവധി അപേക്ഷയിലേക്ക് നയിച്ചതിനുള്ള കാരണമായിട്ടാണ് മേയർ VV രാജേഷ് തന്നെ വ്യക്തമാക്കിയത്. ആർ സുഗതൻ വിയ്യൂർ ജയിലിൽ കഴിയവേ തനിക്ക് എസ്കോർട്ടോടുകൂടി പരോൾ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ജയിൽ വകുപ്പിന് ഒരു കത്ത് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ കത്ത് പരിഗണിച്ച ജയിൽ വകുപ്പും ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പും ഈ കത്തിന് മറുപടിയായി തനിക്ക് പരോൾ നൽകാൻ കഴിയില്ല എന്നും പകരമായി ഈ കൗൺസിൽ സ്ഥാനം അയോഗ്യത കൽപ്പിക്കാതിരിക്കാനായിട്ട് ഇതിനായി അവധി അപേക്ഷ സമർപ്പിക്കാമെന്നും ഈ അവധി അപേക്ഷ കൗൺസിൽ യോഗത്തിൽ വോട്ടിനിട്ടുകൊണ്ട് തന്നെ പാസ്സാക്കിയാൽ താങ്കളുടെ കൗൺസിലർ സ്ഥാനം അയോഗ്യനാക്കപ്പെടുകയില്ല എന്നുള്ള കാര്യം കൂടി കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായും വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. കാരണം ഒരു അവധി അപേക്ഷയ്ക്കായി ഒരു കാപ്പ കേസിലെ പ്രതി, അല്ലെങ്കിൽ പരോൾ അനുവദിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കാപ്പ കേസ് പ്രതി ഒരാൾ ഇത്തരമൊരു അപേക്ഷ ഈ വകുപ്പിന് സമർപ്പിക്കുമ്പോൾ ഒന്നെങ്കിൽ ആ വകുപ്പ് ആ കത്ത് പരിഗണിച്ചുകൊണ്ട് തന്നെ ഈ പരോൾ അപേക്ഷ ഒന്നുകിൽ പരിഗണിക്കുക, അല്ലെങ്കിൽ അത് നിരസിക്കുക. ഈ 2 തീരുമാനങ്ങളല്ലാതെ അതിനുപരിയായിക്കൊണ്ട് ഈ കത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വരികളാണ് ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് തിരിച്ചടിയായി വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ അവധി അപേക്ഷ, അല്ലെങ്കിൽ ഈ അവധി അപേക്ഷ ഈ തിരുവനന്തപുരം നഗരസഭയ്ക്ക് സമർപ്പിക്കുകയും അവിടെ വോട്ടിനിട്ടുകൊണ്ട് തന്നെ താങ്കളുടെ അവധി അപേക്ഷ പാസ്സാവുകയാണെന്നുണ്ടെങ്കിൽ കൗൺസിൽ സ്ഥാനത്ത് തുടരാൻ താങ്കൾക്ക് കഴിയും എന്നുകൂടി ഒരു
ഒരു വിവരം സുഗതന് കൈമാറുന്നത് പോലെയാണ് ആ കത്തിലുള്ള വരികൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് തന്നെ വലിയ അതൃപ്തി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ അന്വേഷണം നടത്താൻ ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഏത് അവസരത്തിലാണ് ഇത്തരം ഒരു കത്ത് ജയിൽ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഒപ്പം തന്നെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു സർക്കുലറായി പുറത്തു വന്നത് എന്നുള്ള കാര്യമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. മാത്രമല്ല തിരുവനന്തപുരം നഗരസഭയിൽ UDF-നെ സംബന്ധിച്ചിടത്തോളം ഈ കത്ത് വലിയ തിരിച്ചടിയായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കൗൺസിലർ K. ശബരിനാഥൻ അടക്കം ഈ വിഷയത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉന്നയിക്കുന്നതാണ്. കഴിഞ്ഞ കൗൺസിൽ യോഗത്തിലും ആ ഒരു പ്രതിഷേധം ഒരു കയ്യാങ്കളിയിലേക്ക് കടന്നിരിക്കുന്നത് നമ്മൾ കണ്ടതായിരുന്നു. അത്തരം ഒരു പ്രതിഷേധം ഇന്നും കൗൺസിൽ യോഗത്തിൽ ഉയർന്നെങ്കിലും അതിന് വലിയ തിരിച്ചടി തന്നെയാണ് BJP-യുടെ ഭാഗത്തു നിന്നും ആഭ്യന്തര വകുപ്പിൻ്റെതായി ഉയർന്നു വന്ന അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെതായി പുറത്തു വന്ന ഈ കത്ത് ഉയർത്തിക്കാട്ടിയിട്ടുള്ള പ്രതിരോധം. ഏതായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. അത് സംബന്ധിച്ച് UDF-ഉം LDF-ഉം വൈകാതെ തന്നെ കോടതിയെ സമീപിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. സോന.